morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് 2x minus y plus 3z is equal to 8, minus x plus 2y plus z is equal to 4, 3x plus y minus 4z is equal to 0. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്, യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ചോദിച്ചതാണ്. ആ ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് കാണിച്ചു തരാം. പത്ത് ബിയിൽ സോൾവ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ 2x minus y plus 3z is equal to 8. അതുപോലെ minus x plus 2y plus z is equal to 4. 3x plus y minus 4z is equal to 0. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ചോദിച്ചതാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണം നോക്കാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ഓഗ്മെന്റഡ് മാട്രിക്സ് എഴുതാം. AB ഓഗ്മെന്റഡ് മാട്രിക്സ് എന്താണ്? ഇതിന്റെ കോഎഫിഷ്യന്റ്സ് എഴുതാം. 2 minus 1 3 8. ഇനി സെക്കൻഡ് റോ എന്താണ്? -1 2 1 4. അടുത്ത തേർഡ് റോ എന്താണ്? 3 1 -4 0. അപ്പൊ ഇപ്പോൾ നമ്മൾ ഓഗ്മെന്റഡ് മാട്രിക്സ് AB എഴുതി കഴിയുമ്പോൾ ഒന്ന് വീണ്ടും റീചെക്ക് ചെയ്യണം. ഫസ്റ്റ് റോയിൽ 2 -1 3 8 അതല്ലേ നോക്കണം. അടുത്ത -1 2 1 4. അടുത്ത് 3 1 -4 0. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ എക്കലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യണം. എക്കലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യാനായിട്ട് R2 ചേഞ്ചസ് ടു 2R2 പ്ലസ് R1. അപ്പൊ ഈ R2 നമുക്ക് 2 കൊണ്ട് ഗുണിക്കാം. അപ്പൊ -2 4 2 8 ഇങ്ങനെ ഗുണിച്ചിട്ടാണെങ്കിൽ ഈ റോയിനെ 2 കൊണ്ട് ഗുണിച്ചപ്പോ -2 2 4 ഇതൊന്ന് 2 ഇത് 4 8. ഇനി ഫസ്റ്റ് റോ എന്താണ്? 2 ആണ്. -1 3 8 ഇത് നമ്മുടെ കൂട്ടുക. കൂട്ടിക്കഴിയുമ്പോൾ ഇവിടെ 0 ആവും. ഇവിടെ 3 വരും, ഇവിടെ 5 വരും, ഇവിടെ 16 വരും. ഉണ്ടോ? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ തെറ്റാനുള്ള സാധ്യത കുറവാണ് കേട്ടോ. 2 -1 3 8. ഈ റോയ്ക്ക് വരെ എന്ത് എഴുതാം? 0 3 5 16. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഓപ്പറേഷൻ ഈ R2 2 കൊണ്ട് ഗുണിക്കുന്നത് അവിടെ ആദ്യം എഴുതുന്നു, പിന്നെ R1 അവിടെ എഴുതുന്നു, എന്നിട്ട് കൂട്ടുന്നു. അപ്പൊ ആൻസർ 0 3 5 16 വരും. ഇനി ഈ 3നെ നമുക്ക് 0 ആക്കണം. അതിനെന്താ ഓപ്പറേഷൻ ചെയ്യണ്ടേ? R3 ചേഞ്ചസ് ടു 2R3 പ്ലസ് 2R3 മൈനസ് 3R2 അപ്പൊ നമ്മളിവിടെ R3നെ നമുക്ക് 2 കൊണ്ട് ഗുണിക്കാം. ഇവിടെ R3നെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുമ്പോ 23 6 21 2 24 8 2 into 0. ഈ തേർഡ് റോയിനെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ച് 23 6 21 2 24 8 2 into 0. ഈ സെക്കൻഡ് റോയിനെ 3 കൊണ്ട് ഗുണിക്കാം. 3 കൊണ്ട് 3 into -1 -3 2R3 -3 R1 ആണ്. നമ്മൾ ഈ 2ന്റെ താഴെയുള്ള 0 ആക്കണത് 2R3 -3 R1. അപ്പൊ R3നെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ച് 23 6 21 2 24 8 2 into 0. R1നെ നമ്മൾ 3 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 3 2 6 -3 3 9 3 24. എന്താ ചെയ്യേണ്ടത്? കുറയ്ക്കാണ് ചെയ്യേണ്ടത്. 6 6 കൊടുത്ത 0, ഇവിടെ 5, ഇവിടെ 8 -17, ഇവിടെ നമുക്ക് -24. അപ്പൊ നമുക്ക് എന്ത് കിട്ടണേ? 0 5 -17 24 0 5 -17 -24. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. പെട്ടെന്ന് കാര്യം സാധിക്കുകയും കേട്ടോ. 0 5 -17 -24. അപ്പൊ ഈ 4 നമ്പറാണ് ഇവിടെ നമുക്ക് കിട്ടുക. ഇനി നമ്മൾ അടുത്ത സ്റ്റേജിൽ എന്ത് ചെയ്യണം? ഈ 5നെ നമുക്ക് 0 ആക്കണം. അടുത്ത 5നെ 0 ആക്കുന്ന പ്രൊസീജിയറാണ്. 5നെ 0 ആക്കാനായിട്ട് ഫസ്റ്റ് റോ നമ്മൾ അങ്ങനെ തന്നെ എഴുതുന്നു. 2 -1 3 8. ഇനി അതിൽ ചേഞ്ച് ഇല്ല. സെക്കൻഡ് റോ 0 3 5 16 അത് എഴുതുന്നു. ഇനി 5നെയാണ് നമുക്ക് 0 ആക്കേണ്ടത്. അതിന് നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണ്? ചെയ്യാൻ പോണ ഓപ്പറേഷൻ R3 ചേഞ്ചസ് ടു 3R3 -5R2. ഈ റോയിനെ നമ്മൾ തേർഡ് റോയിനെ നമ്മൾ 3 കൊണ്ട് ഗുണിക്കുന്നു. സെക്കൻഡ് റോയിനെ നമ്മൾ 5 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ നമുക്ക് ഗുണിച്ചു എഴുതാം. ഇവിടെ
തേർഡ് റോയിനെ 3 കൊണ്ട് വിളിക്കുമ്പോൾ 3 × 0 3 × 15 3 21 3 -51 3 4 12 3 2 6 1 76 3 4 12 -72. ഇനി ഇത് സെക്കൻഡ് റോയിനെ 5 കൊണ്ട് വിളിക്കുമ്പോൾ 5 × 0 I3 15 I5 25 I6 15 5 × 16 80. ഇനി എന്ത് ചെയ്യണം? കുറയ്ക്കാണ് ചെയ്യുന്നത്. 0 0 -51 25 കുറച്ചാൽ -76 -72 80 കുറച്ചാൽ 2 -152. ആ റോ ഇവിടെ എഴുതാം. 0 0 -76 -152. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് ഒരു വരില്ല. നമുക്ക് കൃത്യമായിട്ട് വാല്യൂസ് കിട്ടും. 0 0 -76 -152. അപ്പൊ ഇതൊരു എക്കലോൺ ഫോം ആണ്. ഇതൊരു എക്കലോൺ ഫോം ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ റാങ്ക് എത്രയാണ്? റാങ്ക് ഓഫ് എ equal to rank of AB equal to number of unknowns. എത്രയാണത്? 3 ആണ്. Therefore യൂണീക്ക് സൊല്യൂഷൻ ആണ്. ഇനി ആ യൂണീക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഫോമിൽ എഴുതുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ് കിട്ടുന്നത്? 2x - y + 3z is equal to 8. രണ്ടാമത്തെ ഇക്വേഷൻ 3y + 5z is equal to 16. അടുത്ത് -76z is equal to -152. അപ്പൊ 3 ഇക്വേഷൻസ് കിട്ടി. ഈ ഗോസ് എലിമിനേഷൻ ഉപയോഗിച്ച് എക്സിന്റെ വൈയുടെയും സെറ്റിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. എക്സിന്റെ വൈയുടെയും സെറ്റിന്റെ വാല്യൂ. അപ്പൊ ലാസ്റ്റ് ഇക്വേഷൻ നിന്ന് അവസാനത്തെ ഇക്വേഷൻ ഫൈനൽ ഇക്വേഷൻ എന്താണ്? -76z is equal to -152. അപ്പൊ അതിൽ നിന്ന് ഇസഡിന്റെ വാല്യൂ എന്ത് കിട്ടാം? നമുക്ക് 2 എന്ന് കിട്ടും. ഒരു വേരിയബിളിന്റെ വാല്യൂ z is equal to കിട്ടി. 152 76 എന്ന് പറയുമ്പോൾ z equal to. ഇനി 3y + 5z is equal to 16. അതിൽ നിന്ന് 3y സമയം എത്രയാണ്? 16 - 5z 16 - 5z എത്രയാണ്? 2 10 16 - 10 എത്രയാണ്? 6. അപ്പൊ y-യുടെ വാല്യൂ എത്ര കിട്ടും? 6 × 3 2. y നമുക്ക് 2 കിട്ടും. ഇനി ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിനെ കണ്ടുപിടിക്കണം. അപ്പൊ 2x is equal to 8 + y - 3z. 8 + y എത്രയാണ്? 2. z എത്രയാണ്? 2 × 6. 8 × 10 10 - 6 4. അപ്പൊ x is equal എത്രയാണ്? 4/2 2. എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും വാല്യൂ നമുക്ക് കിട്ടി. x is equal to 2, y is equal to 2, z is equal to 2. സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഓപ്പറേഷൻ ഒന്ന് ശ്രദ്ധിക്കാം. ഓപ്പറേഷൻ കൃത്യമായിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. എക്കലോൺ ഫോമിൽ ആയിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ കേസ് 1 വരുന്നതാണ്. കേസ് 1 എന്താണ്? ഇവിടെ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണ്. റാങ്ക് ഓഫ് എ 3 ആണ്, റാങ്ക് ഓഫ് എ ബി 3 ആണ്. റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ഈ കോളം ഹൈഡ് ചെയ്ത് നോക്കുമ്പോൾ 3 നോൺ സീറോ റോസ്. അപ്പൊ റാങ്ക് ഓഫ് എ 3 ആണ്, റാങ്ക് ഓഫ് എ ബിയും 3 ആണ്. 3 വേരിയബിൾസ് ഉണ്ട് എക്സ് വൈ സെഡ്. റാങ്ക് ഓഫ് എ ഈക്വൽ റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ ദ സിസ്റ്റം വിൽ ഹാവ് യൂണീക് സൊല്യൂഷൻ. യൂണീക് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്ത പ്രോസസ് ഏതാണ്? ഗോസ് എലിമിനേഷൻ. താഴെ നിന്ന് ചെയ്തു പോകുമ്പോൾ ഫസ്റ്റ് ഈ ഇക്വേഷൻ z is equal to 2 കിട്ടും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y is 2 കിട്ടും. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x is equal to 2 കിട്ടും. അങ്ങനെ 3 വാല്യൂസും x2 y2 z2 കിട്ടും. ഇതിന്റെ ആൻസർ ആയി 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഈ 2024 സിലബസ് അപ്ഡേഷൻ ശേഷം ആദ്യമായിട്ട് വന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ചെയ്തോട്ടോ. ഓക്കെ, ശരി.